വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനായി കിട്ടിയിരിക്കുന്നത്. ശിഷ്യന്മാർ കൈ കഴുകാതെയും ശാരീരിക ശുദ്ധി വരുത്താതെയും ഭക്ഷണത്തിനിരിക്കുമ്പോൾ തങ്ങളുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ വളച്ചൊടിക്കുന്ന ചില യഹൂദ പ്രമാണിമാരെ ക്രിസ്തു തിരുത്തുന്നുണ്ട്. ശേഷം യഥാർത്ഥമായ ശുദ്ധി അത് ബാഹ്യമായ ചില പ്രകടനങ്ങളെക്കാൾ ആന്തരികമായ ശുദ്ധിയാണ് എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. ബാഹ്യമായ അശുദ്ധി പലപ്പോഴും നമ്മൾക്ക് പരിഹരിക്കാവുന്നതാണെങ്കിലും ആന്തരിക അശുദ്ധി അത് ദൈവത്തെയും നമ്മെയും തമ്മിൽ അകറ്റുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആത്മീയത എന്നാൽ ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമല്ല, ആത്മീയ വിശുദ്ധി കൂടിയാണ്. ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ ആത്മീയതയിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധയും പരിശ്രമവും ആവശ്യമാണ്. ബാഹ്യമായ ചില ആത്മീയ പ്രകടനങ്ങൾ കൊണ്ട് മനുഷ്യരുടെ ശ്രദ്ധ നേടാൻ നമുക്കാവുമെങ്കിലും ദൈവത്തിൻ്റെ പ്രീതി നേടാൻ ആത്മീയമായ ചില ശ്രദ്ധയും മുന്നൊരുക്കങ്ങളും അനിവാര്യമാണെന്ന് ഈ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നു.